എല്ലാവരുടെയും മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിനൊരു എമൗണ്ടും ഉണ്ട്. ആ എമൗണ്ടും ആഗ്രഹവും തമ്മിൽ ഞങ്ങൾ കണക്ട് ചെയ്ത് തരും. അവരാദ്യമായിട്ട് വന്നു സംസാരിച്ചപ്പോൾ തന്നെ അവരൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സെഗ്മെൻ്റാണ് നോക്കിയെന്നുണ്ടായിരുന്നത്. അവർ കുറേ പേരുടെ അടുത്ത് പോയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അതിൽ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ കുഴപ്പമില്ല, നല്ല ഡീസൻറ്റ് ക്ലയൻസ് ആൻഡ് ഡീസൻറ്റ് തോട്ട്സ്. അപ്പോൾ അത് വെച്ച് സംസാരിച്ചു. ആ കാര്യത്തിൽ നിന്ന് അവരുടെ ഒരു പർട്ടിക്കുലർ ഡിസൈൻസ് ഉണ്ട്, അത് മനസ്സിലായിരുന്നു. അപ്പം പിന്നെ ബഡ്ജറ്റും പിന്നെ എല്ലാവർക്കും ഒരു തോട്ട്സ് ഉണ്ട്, ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് വളരെയധികം കൂടിപ്പോകുന്നത്. പക്ഷെ അങ്ങനെയില്ല, ഞങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അത് മെറ്റീരിയലിലും ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാതെ ആ ബഡ്ജറ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. നമ്മുടെ അടുത്ത് എത്തുന്നത് ജൂൺ ലാസ്റ്റ് ആ ഒരു സമയത്താണ്. അന്ന് പറഞ്ഞ ഡെഡ് ലൈൻ ഓഗസ്റ്റ് ലാസ്റ്റിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തീർത്തത് ഓഗസ്റ്റ് 20th. ഞങ്ങൾ സൈറ്റിൽ ഫസ്റ്റ് ചെന്നപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല, ക്ലോസ്ഡ് കിച്ചൺ ആയിരുന്നു. സോ അത് പൊട്ടിച്ച് മാറ്റിയാലാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുക. മീൻസ് ആ ഫൈനലായിട്ട് ഞങ്ങൾ ലാസ്റ്റിലെ പ്രൊഡക്ഷന് മുന്നേ പോയിട്ട് ഫൈനലായിട്ട് മെഷർമെൻറ്റ് എടുക്കും. അപ്പം ആ പ്രോജക്റ്റിൽ ഈ കട്ടിങ്ങും ഡിമോളിഷൻ വർക്ക് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, അതിൽ പില്ലേഴ്സ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൻ്റെ പോയിന്റ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്തു. മൊത്തത്തിൽ ഒരു വർക്കിംഗ് ട്രയാങ്കിൾ വെച്ചിട്ട് റീലൊക്കേറ്റ് ചെയ്ത് വന്നപ്പം പില്ലറിൻ്റെ ബാക്കിലായി ഫ്രിഡ്ജ്. സോ അതിനുള്ള പ്ലഗ് പോയിന്റ് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് ലിവിങ്ങിൽ നിന്ന് ഹോളിട്ട് നമ്മൾ കിച്ചൻ്റെ ഓവർ ഹെഡിൽ കൊടുത്ത് അവിടെ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടാണ്. പക്ഷെ അത് കാണില്ല. നമുക്ക് എന്തിനും സൊല്യൂഷൻ ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടോ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ അവിടെ ഞങ്ങൾ നീറ്റായിട്ട് ചെയ്തു. എല്ലായിടത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, പക്ഷേ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ടീം നോക്കുന്നുണ്ട്. ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് കസ്റ്റമർ വിളിച്ചിരുന്നു. ആ സമയത്ത് പോയി, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നല്ല രസമുണ്ട് ചെയ്ത് കാണാനായിട്ട്. ആരാ ചെയ്ത്, അപ്പം ലെമണിനെ പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാം. അതൊക്കെ നമ്മൾ ലെമൺ അല്ലാതെ പോയി സംസാരിച്ച് കിട്ടിയ സംഭവം. Follow Lemon Interiors